നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് കുറേ കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചാണ്. അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് നല്ല പോലെ തന്നെ കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മുങ്ങാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്തോളൂ. ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 2 മണിക്കൂർ നേരത്തേക്കാണ് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്കിത് ഓവർനൈറ്റ് വേണമെങ്കിലും കുതിർത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ പരിപ്പ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പരിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതിനുശേഷം ആ ഒരു വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്നും 2 ടീസ്പൂണോളം പരിപ്പ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവനായിട്ടും തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 3/4 ടീസ്പൂണോളം ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. രുചി ഒന്നും കൂടെ നെയ്യ് ചേർക്കുമ്പോഴാണ്. എല്ലാം കൂടെ ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സാധനം ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകമാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അയമോദകം കയ്യിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. രുചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ സ്നാക്കിലൊക്കെ അയമോദകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഏകദേശം 1/4 കപ്പ് വെള്ളം മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോവരുത്. ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരുപാട് സോഫ്റ്റായി പോകരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇത് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും കാണില്ല. നല്ല ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അരികുകളൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരുപാട് നേർത്ത് ഇത് പരത്തിയെടുക്കാൻ പറ്റില്ല. അതിലേക്ക് നമ്മൾ ആ ഒരു ചെറുപയർ പരിപ്പ് മൂടനായിട്ടുള്ളത് ചേർത്ത് കൊണ്ട് തന്നെ അത് ഒരുപാട് നേർത്ത് പരത്തിയെടുക്കൽ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒന്ന് കുത്തിട്ട് കൊടുക്കാം. ഫോക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ കുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൂരി പോലെ പൊങ്ങി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കുക്കി കട്ടർ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ തന്നെ തയ്യാറാക്കി എടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഡയമണ്ട് ഷേപ്പോ അല്ലാതെ സ്ക്വയറോ ഏതാണോ ഇഷ്ടം ആ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എക്സസ് ആയിട്ടുള്ള കൂട്ടി ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ തിക്നെസ് ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ പുറമേ കളറൊക്കെ മാറുമെങ്കിലും ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തോളൂ. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ നല്ലൊരു കളറായി വന്നോളും.
അപ്പോൾ അതാ ഇതിപ്പോൾ നല്ല പോലെ തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ കളറൊക്കെ നല്ലപോലെ മാറി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുക. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല. എണ്ണയൊക്കെ നല്ല പോലെ തന്നെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് സമയം ടിഷ്യൂ പേപ്പറിൽ വെക്കേണ്ട. എണ്ണയൊന്ന് വലിയുന്നത് വരെ മാത്രം ടിഷ്യൂ പേപ്പറിൽ വെച്ച് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കോളൂ. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. കുറേ കാലം ഇത് കേടാകാതെ ഇരുന്നോളും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒട്ടും എണ്ണ കുടിക്കില്ല. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയൂ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.